ഈശ്വർ മാൽപ്പയ്ക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് നേവിയുടെ ടീം നദിയിൽ തുടരുകയാണ്. ഗംഗാവാലി നദി കലങ്ങി മറിഞ്ഞൊഴുകുകയാണ്. അടിയൊഴുക്കും ശക്തമാണ്. ഇന്നത്തെ ദൗത്യം വിജയിക്കണമെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് കൃത്യമായി ആ പോയിന്റിലേക്ക് എത്താൻ കഴിയണം. അർജുൻ്റെ ലോറി അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺടാക്ട് പോയിന്റ് 4 ഇപ്പോൾ എത്താൻ മൽപ്പെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ കല്യാട് അവിടെ തീരത്ത് നിൽക്കുമ്പോൾ അർജുന് നേരിട്ട് കാണാൻ കഴിയുന്നത് എന്താണ്? അഞ്ചാമത്തെ തവണയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഈ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിയിട്ടുള്ളത്. അഞ്ചാമത്തെ തവണ. നേരത്തെ 4ാമത്തെ തവണയാണ് MB MLA ഉൾപ്പെടെ നേരത്തെ നമ്മൾ 4 തവണ മുങ്ങിയിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു. അതിനുശേഷം വീണ്ടും ഉയർന്നു പൊങ്ങിയതിനു ശേഷം മാൽപ്പെ 5ാമത്തെ തവണയും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. സമീപത്ത് ഈ മൺതിട്ട പോലെ രൂപപ്പെട്ട ഭാഗത്ത് കൂടുതലായിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. നേവിയുടെയും NDRFന്റെയും എല്ലാം സംഘം ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. കൂടുതൽ ബോട്ടുകൾ, അതായത് ഈ ബോട്ടുകൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഈ പ്രദേശത്ത് 5ാമതും ഡൈവ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ട്രക്കിന്റെ ഒരു ഭാഗം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഈ ദൗത്യത്തിൽ അതിനിർണായകമായി മാറുകയും ചെയ്യും. കാരണം ട്രക്ക് കണ്ടെത്താനായിരുന്നു ഇത്രയും കാലം നമ്മളെല്ലാവരും തന്നെ പരിശ്രമിച്ചത്. നിരവധിയായിട്ടുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായി നമ്മൾ നടത്തി. ട്രക്ക് ആദ്യം കണ്ടെത്തുക, അതിൽ അർജുനുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൽ അതീവ നിർണായകമായി മാറുകയും ചെയ്തത്. അങ്ങനെ സിഗ്നലുകൾ, റഡാർ സിഗ്നലുകൾ, അതുപോലെ തന്നെ സോണാർ സിഗ്നലുകൾ എല്ലാം തന്നെ സാധ്യമാവുന്ന പരമാവധി സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചു. അത്തരത്തിൽ എത്തിച്ച് പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ മൺതിട്ടയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഇത്തരത്തിൽ ഒരു ലോഹ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. ആ സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ നേവിയുടെയും NDRFന്റെയും എല്ലാം സംഘം ഇത്തരത്തിൽ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ ഡൈവ് ചെയ്യുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ അവർക്കൊക്കെ ഏറ്റവും വെല്ലുവിളിയായി മാറിയ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്നത് ഈ പറയുന്ന അടിയൊഴുക്കാണ്. അടിയൊഴുക്ക് ശക്തമായതോടുകൂടി തന്നെയാണ് ആ ദൗത്യം, അതായത് നേവിക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു ദൈവികമായ സാന്നിധ്യമുള്ള വ്യക്തി ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കാളിയായി മാറുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പെ എത്തി. ഇതിനകത്ത് ഡൈവ് നടത്താനുള്ള എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി അദ്ദേഹം ഡൈവ് ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി. 5ാമത്തെ തവണയാണ് അദ്ദേഹം ഇപ്പോൾ ഡൈവ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ലോഹ സാന്നിധ്യം അല്ലെങ്കിൽ ട്രക്കിന്റെ ഒരു ഭാഗം കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിർണായകമായി മാറും. അത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 4 തവണ ഡൈവ് ചെയ്ത് നിവർന്നപ്പോൾ 3ാമത്തെ ഡൈവിങ് ചെറിയ തോതിലൊരു അപകട സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ കൂടി അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈശ്വർ മാൽപ്പെ അതിനകത്തുനിന്നും കയറ് പൊട്ടി 100 മീറ്ററോളം തന്നെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം 3ാമത്തെ ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ 5ാമത്തെ ദൗത്യത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ ട്രക്കിൻ്റെതാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഭാഗവും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് ലഭ്യമാവുന്ന സൂചന. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ ലഭിച്ചാൽ അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ട്രക്കിന്റെ ക്യാബിൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രക്കിലേക്ക് അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മണ്ണോ ചളിയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കുകയും അത് നീക്കം ചെയ്ത് ഈ ട്രക്കിന്റെ ക്യാബിനകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നു പോകാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉദ്ദേശിക്കുക. എന്തായാലും ഇപ്പോൾ 5 തവണ ഡൈവ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ഡൈവിംഗ് പൂർത്തിയാവുന്ന അല്ലെങ്കിൽ നേരത്തെ ഡൈവ് 5ാമത്തെ മാൽപ്പയുടെ ടീമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 4 മുങ്ങൽ വിദഗ്ധർ കൂടിയുണ്ട്. അപ്പോൾ അവർ അവിടെ നടക്കുന്ന ഓരോ ഡൈവിന്റെയും ദൃശ്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് മറുഭാഗത്തേക്ക്, അതായത് ഒരു 60 മീറ്ററിനും 132 മീറ്ററിനും ഇടയിലുള്ള ഭാഗം, മൺതിട്ടയിൽ നിന്ന് കരയിലേക്കുള്ള ദൂരത്തിൽ ഏകദേശം 60 മീറ്റർ കഴിഞ്ഞുള്ള ഭാഗം മുതൽ തന്നെ, അതായത് കോൺടാക്ട് പോയിന്റായി നേരത്തെ ഐഡന്റിഫൈ ചെയ്ത മറ്റൊരു ഭാഗം കൂടി, ആ ഭാഗത്ത് കൂടി ഡൈവ് ചെയ്ത് വരാൻ കഴിയുമോ? ഈ ഭാഗത്ത് പാറകളാണ് ആദ്യ ശ്രമത്തിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തീരത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് ഡൈവ് ചെയ്ത് ഇവിടേക്ക് എത്താൻ കഴിയുമോ എന്നുകൂടി ശ്രമിക്കുകയാണോ മൽപ്പെ? ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. സുജിയ, തീർച്ചയായും അത്തരത്തിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ഇന്ന് രാവിലെ മാൽപ്പെ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയ ഉടനെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് വേണ്ടി ഈ നദിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഈ പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് പ്രധാനമായും ഏറ്റവും ശക്തമായിട്ടുള്ള സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്ത് മാത്രമല്ല മാൽപ്പെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന 4 സ്ഥലങ്ങൾ കൃത്യമായ തോതിൽ നേവിയുടെ ഉദ്യോഗസ്ഥർ അത് മാൽപ്പയെ ആ മേഖലയിലേക്ക് കൊണ്ടുപോയി അവിടെ മാൽപ്പെ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള
വിശദമായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അങ്ങനെ നടത്തിയതിന് ശേഷമാണ് പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തിരച്ചിലിന് വേണ്ടി മാൽപ്പെ ഉച്ചയോടുകൂടി ഈ നദിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം എന്നുള്ളത് മാത്രമല്ല, അതിന് സമീപത്തെ ചില സ്ഥലങ്ങൾ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒഴുക്കിന്റെ ഒരു ഭാഗമായി ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും ഈ പറയുന്ന ട്രക്കാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ലോഹ വസ്തുക്കളാണെങ്കിലും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തോതിൽ നീങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ആ മേഖലയിൽ കൂടി വ്യാപകമായ തോതിൽ തിരച്ചിൽ നടത്തുക. ഇതിന്റെ മറ്റ് യന്ത്രഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള യന്ത്രഭാഗങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടോ? കാരണം ഇത് മലയിടിഞ്ഞു വീഴുന്ന കൂട്ടത്തിൽ ട്രക്ക് ഈ പറയുന്ന നദിയിലേക്ക് പതിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ മറ്റ് യന്ത്രഭാഗങ്ങളെല്ലാം തന്നെ ഈ നദിയിലേക്ക് പതിക്കാനുള്ള വേർപെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ബോഡി പാർട്ടുകളെല്ലാം തന്നെ ചിലപ്പോൾ പൊട്ടിമാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗം ഈ ട്രക്കിൻ്റെതെന്ന് കരുതുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭാഗമുണ്ടോ എന്നുള്ളത് തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു പരിശോധന. ഈ നാലാമത്തെ ആ പ്രധാനപ്പെട്ട സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുള്ള ശക്തമായ സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുള്ള ആ പോയിന്റുകൾ മാത്രമല്ലാതെ അതിന് സമീപത്തുള്ള ഒരു 60 മീറ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ 60 മീറ്റർ വരുന്ന മേഖലയിലേക്ക് 60 മുതൽ 132 മീറ്ററാണ് ഈ പറയുന്ന മൺതിട്ടയിലേക്കുള്ള അകലം. അങ്ങനെ കരയിൽ നിന്ന് 60 മുതൽ 132 മീറ്റർ വരെയുള്ള ആ ഒരു ചുറ്റളവിൽ ഈ പരിശോധന നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ട്രക്കിന്റെ മറ്റു ഭാഗങ്ങൾ ഒരുപക്ഷെ ഈ ശക്തമായിട്ടുള്ള ഈ മണ്ണിടിച്ചിലിൽ ഇതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ പൊട്ടി മാറാനുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ നാലാമത്തെ ഈ പോയിന്റിൽ തന്നെയാണ്. ആ നാലാമത്തെ പോയിന്റിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് 1ഉം 2ഉം ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരത്തിൽ 5ാമത്തെ തവണയും അദ്ദേഹം ഈ പറയുന്ന പോലെ ഡൈവിംഗ് നടത്തിയിട്ടുള്ളത് ഇതിന് തൊട്ടടുത്തുള്ള ഈ മൺതിട്ടയോട് ചേർന്നിട്ടുള്ള ആ പ്രദേശത്ത് തന്നെയാണ്. ആ മേഖല തന്നെയാണ് കേന്ദ്രീകരിക്കുക. അത് പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ തിരച്ചിലിന്റെ കേന്ദ്രമായി മാൽപ്പെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനോട് അനുബന്ധമായിട്ടുള്ള ചേർന്നുള്ള മറ്റു ഭാഗങ്ങൾ കൂടി ഈ പരിശോധനയുടെ ഭാഗമായി ഉൾപ്പെടുന്നു എന്നത് ഈ ട്രക്കിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത്